അത് തന്നെയല്ല പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കാം. ഇതൊക്കെ എക്സ്പ്ലോസീവ്സ്, സ്ഫോടനം നടക്കുന്ന ഒരു വസ്തുവല്ലേ. എവിടെയാണെങ്കിലും സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണതിന് അതിൻ്റെതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെ പോലീസല്ല ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയില് പോലെ ഒരു സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ. കൂടാതെ ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ. അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷനാണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും. നാളെ വേറൊരാൾ പടക്കത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റും. അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. നിയമവശങ്ങൾ എപ്പോഴും ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കലില്ല നിവൃത്തിയുള്ളൂ. അത് നമ്മൾ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ ഇവിടുന്ന് മാറ്റാൻ ശ്രമിക്കും കേട്ടോ. വന്നാണെന്നാണ് ഇപ്പൊ പറയണത്. സാറേ പേര് പറയാമോ? എന്റെ പേര് സുലേഖ. സുലേഖ എവിടെ വീട്? എന്താ സാറേ കാര്യം? സുലേഖ എന്നാണ് വീട് പറയുന്നത്. സാറേ എന്താ എന്റെ മാത്രം പറയണോ? എന്താ ഇങ്ങനെയൊക്കെ സാറേ? ഇത് പ്രതിഷേധമില്ല, ഞങ്ങൾ ജീവനോട് ഞാൻ ആരെയും കമ്മ്യൂണിക്കേഷൻ ഇല്ല. പിന്നെ വേറെ ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. എറണാകുളം. സാറേ എറണാകുളത്ത് എവിടെ? പ്രസന്ന. സാറേ താന്തോന്നിത്തുരത്തിലുള്ള പ്രസന്ന. ആ സാർ മറ്റേ സുലേഖ. പിന്നെ അസോസിയേഷന്റെ സെക്രട്ടറി പ്രസിഡന്റ്. അങ്ങനെ നാലുപേരും പിന്നെ ഒരു 30 അവരൊക്കെ അവിടെ സാർ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരോട് നിൽക്കാൻ പറയണം സാർ. അറസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നത്. പോലീസുകാർ പറയുന്നത് വലിയ വണ്ടി വിളിക്കാനാണ് പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. എന്താണ് സാർ നടപടി? നമ്മളൊരു ആക്ഷൻ, ഒരു പരാതി അല്ലെങ്കിൽ അതുപോലുള്ള സംഭവം ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാലേ നടപടി. ഒഫൻസ് ഒന്നും ഉണ്ടായില്ല, അവരിവിടെ വന്ന് നിന്നു. ഞങ്ങൾ പറഞ്ഞപ്പോൾ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോ അവര് പോവുകയാണ്. പിന്നെന്താ